ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ടൊമാറ്റോ സോസ് മുതിർന്നവർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ വളരെയധികം ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ടൊമാറ്റോ സോസ് ഒക്കെ ആകുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കഴിക്കാനൊന്ന് മടി കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടൊമാറ്റോ സോസ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കളയുന്ന ഒരു ഡിഷ് കൂടിയാണ് ഈ ടൊമാറ്റോ സോസ്. എന്നാൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ സോസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി. പിന്നെ 3 ഡേറ്റ്സും കൂടെ എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. പച്ചമുളകും 2ആയിട്ട് അരിഞ്ഞിടുന്നുണ്ട്. ഈന്തപ്പഴം 3 അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മധുരത്തിന് വേണ്ടി എടുത്തേക്കുന്നത് ഈന്തപ്പഴമാണ്, പഞ്ചസാരയല്ല. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴം ചേർക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, അതും ഷുഗർ അല്ലേ എന്ന്. പഞ്ചസാര എന്ന് പറയുന്നത് റിഫൈൻഡ് ഷുഗറാണ്. അത് നമ്മുടെ ബോഡിക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അല്ല. എന്നാൽ ഡേറ്റ്സിലുള്ളത് നാച്ചുറൽ ഷുഗറാണ്. കൂടാതെ ഡേറ്റ്സിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. പാം ഓയിലായാലും മതി, ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുതേ. അതിനുശേഷം അരച്ചു വെച്ച ടൊമാറ്റോ ഓയിലിലേക്ക് ഒഴിച്ചു. ആ മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല കളറ് വരും കേട്ടോ. നല്ല പഴുത്ത തക്കാളി എടുക്കാനും കൂടി ശ്രദ്ധിക്കണം, എന്നാലേ നല്ല റെഡ് കളറ് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് നല്ലപോലെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കളറ് ചേഞ്ച് ആകാൻ തുടങ്ങും. ഞാൻ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിൻ്റെ മധുരവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു തക്കാളിക്ക് 3 ഈന്തപ്പഴം എന്നുള്ളത് കറക്റ്റ് മധുരമാണ്. ഇടയ്ക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തീ നല്ലപോലെ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് നമുക്ക് ഇറക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൊമാറ്റോ സോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. എന്നാൽ വളരെ ഹെൽത്തിയുമാണ്. ഇനി ഡയറ്റിങ്ങിൻ്റെ പേര് ടൊമാറ്റോ സോസ് ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും വളരെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെയോ, സാൻഡ്വിച്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.